ഈദുൽ ഫിത്തർ ആഘോഷ നിറവിലാണ് രാജ്യം മുഴുവനും. കഴിഞ്ഞ ദിവസം ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സുൽത്താൻ ഖാബൂസ് പള്ളിയിലാണ് പെരുന്നാൾ നമസ്കാരത്തിനായി എത്തിയത്. അദ്ദേഹം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയും വിവിധ രാഷ്ട്ര നേതാക്കളുമായി ആശംസ കൈമാറുകയും ചെയ്തു. ആഘോഷങ്ങൾ തുടരുകയാണ്. രാജ്യം മുഴുവനും വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ഗവർണറേറ്റുകളിൽ നിരവധി ആഘോഷ പരിപാടികളാണ് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് റോയൽ ഒമാൻ പോലീസ് ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ആഘോഷം അതിരുകടക്കാതിരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ്. പ്രത്യേകിച്ച് അമിതമായ ശബ്ദമൊക്കെ മുഴക്കി ഹോണൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക, സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഫയർ വർക്കുകൾ നടത്തുക, ഇവയ്ക്കെതിരെയാണ് പ്രത്യേകമായി ROP ഇങ്ങനെ ചില വാർണിംഗ് നൽകിയിരിക്കുന്നത്. ഇനി ഈദ് ഹോളിഡേയ്സിൽ മുവസലാത്തിന്റെ ബസ് സർവീസുകളും ഫെറി സേവനങ്ങളും മുടക്കമൊന്നും കൂടാതെ തന്നെ നടക്കുമെന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈദ് ഹോളിഡേയ്സ് അവസാനിക്കുന്നത് വരെയും മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ സമയക്രമങ്ങളിലൊന്നും മാറ്റം വരുത്താതെ പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം മുവസലാത്ത് സർവീസ് തുടരുകയാണ്. തെക്കൻ ഷർഖിയയിലെ റുഷ്തക് വിലായത്ത് വ്യത്യസ്തമായ ചില ഈദ് ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 28ാമത് റമദാൻ ലേലത്തിൽ 980 റിയാലിനൊരു പശുവിനെ വിറ്റുപോയത് കൗതുകകരമായൊരു വാർത്തയ്ക്കിടയാക്കിയിരിക്കുന്നു. ഇത് ഈദിന് മുന്നോടിയായി നടക്കുന്ന ഒരു സ്പെഷ്യൽ മാർക്കറ്റാണ്. റുഷ്തക് ലാൻഡിംഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ വിവിധ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഒരു സംഗമ വേദി കൂടിയായി മാറാറുണ്ട് ഇവിടം. വ്യത്യസ്ത തരത്തിലുള്ള തേനുകൾ, നെയ്യ്, മറ്റ് പാലുൽപ്പന്നങ്ങൾ, പ്രാദേശികമായി നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾ, വാഴയില തുടങ്ങി നിരവധി വസ്തുക്കളാണ് അവിടെ പ്രദർശനത്തിനും കച്ചവടത്തിനുമായി എത്തുക. ഇവിടെ നിന്ന് തന്നെ 245 റിയാലിനൊക്കെ ആടുകളെയും വിറ്റുപോയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മാർച്ച് 30-ാം തീയതി ഖുറിയാത്ത് വിലായത്തിലെ ഒരു പർവ്വത പ്രദേശത്ത്, വിജനമായൊരു സ്ഥലമാണ്, അവിടെ വെച്ചൊരു സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. ഇങ്ങനെ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് ROP അവിടെ നിന്നും അവരെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചു. ഖൗല ആശുപത്രിയിൽ സമയോചിതമായ ഇടപെടലിലൂടെ അവരെ എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായതായും ROP അറിയിക്കുന്നു. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2025 ഏപ്രിൽ 1-ാം തീയതി ചൊവ്വാഴ്ച.